ഓടരുത്, ഓടിയാ അടിക്കും ഞാൻ. ഓടിയില്ലെങ്കിലോ? ഓടിയില്ലെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ അടിക്കും. ഇങ്ങോട്ട് പാടി. അതുകൊണ്ട് എന്നെ ആരോ വിളിക്കുന്നു. അങ്ങനെ നിന്നെ പോലെ ആരെങ്കിലും വിളിച്ചാൽ തിരിഞ്ഞു നോക്കത്തില്ല. ഞാനൊരു മാന്യനാണ്. ഇങ്ങോട്ട് പാടി. എടി ഇങ്ങോട്ട് പാടി. വീട്ടിൽ ഒന്നാന്തരം ഒരു ബാത്റൂം ഉണ്ടോ? പിന്നെ എന്ത് നീ കുളിക്കടവിൽ കുളിക്കാൻ വന്ന് അതുകൊണ്ടല്ലേ നിന്റെ അരഞ്ഞാണ് ഇതിന്റെ അകത്ത് പോയത്? ചേട്ടാ അങ്ങനെ പറയരുത്. ഞാൻ കുളിമുറി കുളിച്ചോണ്ടിരിക്കുമ്പോ ഏതെങ്കിലും വിവരം കെട്ടവൻ ഒരു ഒളിക്യാമറ വെച്ച 6 മാനം പോയി നമ്മുടെ ജീവിതം പോയോ? അതുകൊണ്ടാണ് ഞാൻ ഇവിടെ വന്ന് കുളിക്കുന്നത്. ഓ, ഇവിടെ ആവുമ്പോ പിന്നെ ആര് CC ക്യാമറ വെക്കൂലല്ലേ? അതാണ് പറഞ്ഞത്. ലൈവായിട്ട് അങ്ങ് കാണാം. എല്ലാത്തിനും ഓരോ ന്യായം പറഞ്ഞിട്ടുണ്ട്. കണ്ടോ നിങ്ങളുടെ സ്വഭാവം മാറുന്നുണ്ട്. ഇങ്ങനെ അല്ലായിരുന്നല്ലോ ഇന്നലെ രാത്രി. ഇന്നലെ രാത്രി എന്തോന്ന്? ഞാൻ പറയും. പറയരുത്. ഞാൻ പറയും. എടി, എല്ലാ ഭർത്താക്കന്മാർക്കും ദ്വന്ദ്വ വ്യക്തിത്വമാണ്. എന്തുവാ? 2 സ്വഭാവം ഉണ്ടാവും. പകലൊരു സ്വഭാവം, രാത്രി വേറെ സ്വഭാവം. മനസ്സിലായില്ല? പകലാവുമ്പോ പറയും പോയി ചായറി, പോയി ചോറ് വെക്കടി, പോയി കൊച്ചിനെ നോക്കടി. പക്ഷെ രാത്രി ആവുമ്പോ അങ്ങനെ ഒന്നും പറയൂല. എവിടെ പോണ്? ഏട്ടന് അത്താഴം കൊടുക്കാനായിട്ട്. അത്താഴമൊക്കെ പിന്നെ എടുക്കാൻ പോവാ. ഇന്ന് ചേട്ടാ ഒന്ന് എടുത്ത ചേട്ടാ ഒന്ന് പറയുന്ന കേൾക്കാൻ അനുസരിക്കാ. ഒന്ന് എടുത്താ. പിന്നെ നീ വളർത്തുന്ന പട്ടിയാണല്ലോ, നീ പറഞ്ഞോണ്ടേ പോയി അനുസരിക്കാൻ. ഇട്ടിട്ട് കൊതി പോലും തീർന്നിട്ടില്ല. കണ്ട് ഞാൻ പോലും കൊതി തീർന്നില്ല. എന്ത് അറിഞ്ഞാണോ? നിനക്ക് സൂക്ഷിപ്പില്ല. സൂക്ഷിപ്പുണ്ട്. ഞാൻ നല്ല രീതിയിൽ ഇട്ടോണ്ട് നടന്നത്. നമ്മൾ ഈ ആണുങ്ങളെ പാന്റ് ഇട്ടിട്ട് ബെൽറ്റ് ഇടും. ഇവിടെ അറിഞ്ഞാണോ അങ്ങനെ ഇടുന്നറിയോ? നൈറ്റ് ഇട്ടിട്ട് പുറത്തൂടെ അറിഞ്ഞാണോ? എന്തിനാ അടി ഇടുന്നത്? നല്ല 10 പേര് കാണത്തുള്ളൂ ചേട്ടാ. ഇപ്പൊ തന്നെ പോയാലോ, ഒരുത്തനും കാണാനില്ലല്ലേ. അങ്ങനെ പറയല്ലേ. അപ്പൊ ഇനി എന്റെ അരിഞ്ഞാണം കിട്ടൂലേ? കിട്ടാതിരിക്കുമോ? കിട്ടുമായിരിക്കുമല്ലേ? കിട്ടണം. കിട്ടുമോന്ന് ഒറ്റ ഡയലോഗ് മതി. 8 മോഡുലേഷനിൽ ആകാക്കിയത് കണ്ട. എങ്ങനെ കിട്ടും ചേട്ടാ? എങ്ങനെങ്കിലും ഒന്ന് എടുത്താ ചേട്ടാ. എടി എന്തായാലും ഞാൻ കടലുണ്ടിയെ വിളിച്ചിട്ടുണ്ട്. അവൻ വരും. അതേതുണ്ടി? കടലുണ്ടി കാർത്തിക, എന്റെ കൂട്ടുകാരൻ. അവൻ മണലൊക്കെ വാരിക്കൊണ്ടി. അവൻ വന്നു കഴിഞ്ഞാൽ ഈ അരഞ്ഞാണം എടുത്ത് തരുമെന്ന്. ഇനി നിങ്ങളുടെ കൂട്ടുകാരൻ വരാതിരിക്കുമോ? വരില്ലേ? 12 മോഡുലേഷനിൽ പറയാനുള്ള ശ്രമമാണ്. അവൻ വരും. നീ അങ്ങ് ചുമ്മാ ഇരുന്നാ മതി. വരുന്നുണ്ട്. എന്താ അത്? ചെവിയിൽ വെള്ളം കയറി. മണൽ ഊറ്റിക്കൊണ്ട് എന്നെ എന്തിനാ വിളിച്ചു വരുത്തി? ഇവിടെ ഞങ്ങൾക്ക് ഒരു അർജന്റ് കാര്യം പറയാം. എവിടെ ഇന്നലെ തുണി കഴുകിക്കൊണ്ടിരുന്നപ്പോ ഒരു സംഭവം പോയി. അന്ന് എടുത്തു തരണം. പാവാട എടുക്കാൻ എനിക്ക് പറ്റുന്നില്ല. വേണമെങ്കിൽ വേറെ ആരെയും കൊണ്ട് എടുപ്പിക്കും. പാവാടയല്ല, ഇവിടെ ഞാണം പോയി. ഇവിടെ പെണ്ണും പിള്ളേരെ നാണം പോയി എന്ന് പറയുന്നത് നിനക്ക് നാണം ഇല്ലടാ. അതല്ലെന്ന് പറയട്ടെ. എവളുടെ അരഞ്ഞാണം പോയി. അത് കുഴപ്പമില്ല. നമുക്ക് വേറെ ആരോടും പറയരുത്. ആരും പറയുന്നില്ല. അതെ ആണ്ട ഈ അവന്റെ പെണ്ണും പിള്ളേരെ അരഞ്ഞാണം പോയി നീ വിളിച്ചു. എന്റെ പെണ്ണുമ്പിള്ളേടെ അല്ല കേട്ടോ. നിങ്ങൾക്ക് വേറെ പെണ്ണുമ്പിള്ളേണ്ടല്ലേ? ഒരു ആർക്കും പറയാതിരിക്കാൻ വേണ്ടി പറഞ്ഞാണെന്ന്. വഴക്കുകളൊന്നും കൂടണ്ട. ഞാൻ ഇറങ്ങി എടുത്തുതരാം. കുഴപ്പമില്ല കേട്ടോ. നിങ്ങൾക്ക് ഈ കുളത്തിനെ പറ്റി വല്ല അറിയാമോ? പിന്നെ കുളം ഞാൻ ഒരുമിച്ച് പഠിച്ചല്ലേ. ഇത് എന്തോ ഇത് പറയണത്? ഇറങ്ങാൻ പറ്റുമെന്ന് തോന്നുന്നില്ല കേട്ടാ. ഇതിനകത്ത് ഭയങ്കര ആഴമാണെന്ന് തോന്നുന്നു. വെള്ളം കിടക്കണ നോക്കിക്കേ. പെട്ടെന്ന് ഇങ്ങനെ ഇറങ്ങാൻ പറഞ്ഞാൽ ഭയങ്കര പാടാ. ഒരു കാര്യം ചെയ്യാം. അരഞ്ഞാണത്തിന്റെ ഫോട്ടോ വല്ലതും ഇരിപ്പുണ്ടോ? അരഞ്ഞാണം ഇട്ടേക്കുന്നുണ്ടോ? അരഞ്ഞാണം ഞാൻ കണ്ടിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. വീട്ടിൽ ഇരിക്കുന്ന ഫോട്ടോ ഉണ്ട്. ഇപ്പം എടാ ഒന്ന് ഇറങ്ങി എറാ. എത്ര പവൻ കാണും? നീ എന്തിന് പവൻ അറിയുന്നു? നീ ഇറങ്ങി എടുക്ക്. എനിക്ക് അറിയണത് പവൻ എത്ര ഉണ്ടെന്ന്. പവനൊന്നും അറിയണം. അതുകൊണ്ട് അവിടെ എന്താ ഇരിക്കണം. മതി അളവ് കിട്ടി. എത്ര? 3.5 പവൻ എങ്ങനെ ഉണ്ടാവും? 3.5 പവൻ എങ്ങനെ മനസ്സിലായി? എനിക്ക് കംപ്ലീറ്റ് എനിക്ക് അറിയാൻ പറ്റും. എനിക്ക് ഒറ്റ എത്ര സംഭവം അത് അരപ്പവനേ ഉള്ളൂ. അതും കറക്റ്റ് ആണല്ലേ? ഇതിൽ ഇറങ്ങുന്ന ആരും ഭയങ്കര പാടാണ് കേട്ടോ. ഒന്നാമത്തെ മണലൊക്കെ കോരുന്ന സംഭവങ്ങളിൽ എനിക്ക് അറിയത്തുള്ളൂ. എന്റെ കണ്ണ് കാണാൻ പറ്റത്തില്ല. അതാണ് അതിന് ഭയങ്കര സെറ്റപ്പ് ഞാൻ കൊണ്ടുവച്ചിട്ടുണ്ട്. ഇല്ലെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. ഇത് തലയിലിടണം. ഇടാം. ഇത് കണ്ണിടണം. കണ്ണിലിടണോ? എങ്ങനെ ഇടണത്? ഇതൊക്കെ അങ്ങോട്ട് ഇടാം. ഇതൊക്കെ എനിക്ക് അറിഞ്ഞുകൂടാത്തോണ്ടാണ് ഞാൻ ഈ പറയണത്. ഇത് കണ്ണിട്ടുകൊണ്ട് ഇറങ്ങണം. കണ്ണ് കാണാൻ വയ്യ. അത് കരയായോണ്ടാ. വെള്ളത്തിലിറങ്ങാൻ നല്ല ക്ലിയർ ആയിട്ട് കാണാം. തന്നെ വെള്ളത്തിൽ എന്നെ ഒന്ന് പൊക്കി ഒന്ന് അങ്ങോട്ട് വെക്കണം. ഇങ്ങോട്ട് എനിക്ക് അറിയാൻ വയ്യ എന്നുള്ള കാര്യം. ഇറങ്ങുന്നു, പെട്ടെന്ന് അറിഞ്ഞാണ് എടുത്തോണ്ട് വരുന്നു. പൊന്നപ്പ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇടുന്ന. എനിക്ക് അറിഞ്ഞൂടെ. എന്റെ പിള്ളേരെ കാത്തുകൊള്ളണേ ഭഗവാനെ. പുള്ളി വീണത് അറിഞ്ഞതുപോലും ഇല്ല. കണ്ടോ? ഒരു ഓളം പോലും തല്ലി കണ്ടില്ല. കുളത്തില് വെള്ളം പറ്റിയെന്ന് തോന്നുന്നു. ഭയങ്കര സിദ്ധനാ കേട്ടോ. അവിടെ ചാടിയിട്ട് നീ ഇവിടെ പൊങ്ങിയല്ലേ? ഓടാ എഴുന്നേറ്റ്. ഈ പുല്ല് ഞാൻ എടുത്ത് വെക്കണ്ടെന്ന് പറഞ്ഞല്ലേ. എന്റെ കണ്ണും കാണാൻ ഉരിയണം. അയ്യോ, ഞാൻ അപ്പോഴേ പറഞ്ഞതൊന്നും വേണ്ട. ഇതിന്റെ ആവശ്യമൊന്നുമില്ലായിരുന്നു. ഇവിടെ ഒന്ന് പെട്ടെന്ന് അരഞ്ഞാണ് എടുക്കടാ. ഒന്ന് ഏകദേശം 2 മണിയോടെ കൂടെ ഞാൻ കുളിക്കാൻ വന്നായിരുന്നു. ഓക്കെ, എനിക്ക് അത് മാത്രം അറിഞ്ഞാൽ മതി. ആ സമയത്ത് ആരെങ്കിലും ഇവിടെ ഉണ്ടായിരുന്നു? ഇവിടെ ആ വള്ളക്കാരൻ ഒരു ചേട്ടൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഓക്കെ, വിറ്റ്നസ് നമ്പർ 1 വള്ളക്കാരൻ ഖാദർ. പുള്ളിക്ക് കാഴ്ചയില്ല. പുള്ളിക്കാരൻ എന്തായിരുന്നു
എടുത്ത് കാണത്തില്ല. ഒരു കറുത്ത ചരട് കിട്ടും. എന്തിന്? ചരട് കിട്ടിക്കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ചരട് കെട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അത് അറിയാലടാ. എന്താ പറയാ കൊച്ചിന്റെ പറഞ്ഞ അളവാണോ? അളവല്ലെന്ന്. അല്ല, വെള്ളത്തിൽ പോയത് അറിയാനാണോ? ഓ, അതിനറിയാൻ വേണ്ടിട്ട് ഈ സാധനം അങ്ങോട്ട് കെട്ടുന്നു. എന്നിട്ട് കൊച്ചിനെ എടുത്ത് ഇവിടെ ഇടുന്നു. ഞാനും കൂടെ ചാടുന്നു. ഇങ്ങോട്ട് വത്തേ. ഓ, അവക്ക് വെള്ളോന്ന് പറഞ്ഞാ ഭയങ്കര പേടിയാണ്. ഞാൻ ചാടി. പറഞ്ഞു തീർന്നല്ലേ, ദാണ്ട് അവളെടുത്ത് ചാടിയെന്ന്. അങ്ങനെയാണെങ്കിൽ ഞാനൊരു കാര്യം ചെയ്യാം, ഞാനും കൂടെ അങ്ങ് ചാടാം. നിനക്ക് വ്യക്തമായിട്ട് അറിയാം എനിക്ക് നീന്തൽ അറിഞ്ഞോളൂ, എന്നിട്ട് പറഞ്ഞോ ചാടി ചാടെന്ന്. അതെ ചേട്ടാ, ചേട്ടാ വെള്ളത്തിൽ മുങ്ങാൻ അറിയാമോ? പിന്നെ എനിക്ക് മുങ്ങാൻ അറിയാലോ. മോക്ക് വെള്ളത്തിൽ മുങ്ങി കിടക്കാൻ അറിയാവോ? എടാ അവള് ഭയങ്കര മുങ്ങലുകാരിയടാ. അങ്ങനെ മുങ്ങിട്ടല്ലേ എന്റെ കൂടെ പൊങ്ങിയത്. ഓ, അന്ന് നിങ്ങൾ വലിയ വെള്ളമായിരുന്നു. എടി എന്ന് കേറി വാടി. ചേട്ടാ, ഈ വെള്ളത്തിൽ നിന്ന് എന്റെ അരിഞ്ഞാണൊന്ന് മുങ്ങി തപ്പി തരുമോ? പിന്നെ തപ്പിത്തരല്ലോ. തപ്പിത്തരണേ. തരും. തപ്പിത്തരുമോ? തപ്പിയിരിക്കും. ആരെങ്കിലും പൊയ്കയിൽ വന്നിറങ്ങിയ പൗർണമി മൊഴി കേൾക്കുവാൻ മണിമതിയുടെ മൈകരേ കടലുണ്ടി. ഓ, ഇട ഒന്ന് എഴുന്നേറ്റ് വാടാ. കടലുണ്ടി അറിഞ്ഞാണോ? കിട്ടിയാ? കിട്ടി കിട്ടി. ഒരു വീതം ഞാൻ എടുത്ത്. എടുത്തോ. എന്നാലും കടലുണ്ടി നീ കണ്ടുപിടിച്ച് കളഞ്ഞല്ലടാ. അല്ല, ഇതെന്റെ അരിഞ്ഞാണോ? അല്ല, ഇതല്ല എന്റെ അരിഞ്ഞാണോ. ഇത് വെള്ളി അരിഞ്ഞാണോ? അത് നിന്റെ അരിഞ്ഞാണം തന്നെ. അല്ലെന്ന്. ഇവിടെ അരിഞ്ഞാണം. നിങ്ങൾ അരിഞ്ഞാണം തന്നെ അങ്ങോട്ട് എടുക്കും. ഇങ്ങോട്ട് അല്ല, നോക്കി, ഇതെന്റെ എന്റെ അരിഞ്ഞാണോ? അല്ലത്. ഇത് ആർക്കുള്ളത്? ഇത് ആ കാവുംപുറത്തെ ലതയുടെ അരിഞ്ഞാണോ അല്ലേ? ആരാ? ആ കാവുംപുറത്തെ ലതയുടെ. ഏതിലതാ? നീ തലേ ദിവസം ഇവിടെ കളഞ്ഞ അരഞ്ഞാണമല്ലേന്ന്. പറഞ്ഞ കേട്ടാ. തല തിരിക്ക്. ഇത് അതല്ല, തല തിരിക്ക്. ആരല്ലതാ? നിങ്ങൾ പല തവണ ഈ കൊളക്കടവിൽ വന്നിട്ടുണ്ട്. ഞാൻ മാന്യനാ, ഞാൻ ഇതുവരെ ഇവിടെ വന്നിട്ടേ ഇല്ല. നിങ്ങൾ വീട്ടിലോട്ട് വാ, ഞാൻ നിങ്ങളെ ലതേ പോവല്ലേ ലതേ, ഞാൻ പറയണോന്ന് കേക്ക്. അയ്യോ അല്ല, വീട്ടിൽ പോണില്ലേ? ഇല്ല, ഞാൻ ഈ കുളത്തിൽ ചാടാൻ പോണ്. നിനക്ക് നീന്ത അറിയത്തില്ലല്ലേ? അല്ല, എന്തുവായാലും വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ അവള് അടിച്ചു കൊല്ലും. അതിലും ഭേദം ഈ കുളത്തിൽ ചാടി വെള്ളം കുടിച്ചെങ്കിലും ചാവാല്ലോ. ചാടാറങ്ങോട്ട്. ഞാനും കൂടെ ചാടാം.